എല്ലാവരും ഇന്നലെ മുതൽ അറിയുന്ന വാർത്തയായിരുന്നു നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക് എന്ന വാർത്ത. ഇതിനെക്കുറിച്ചുള്ള ഓരോ വാർത്തയും പുറത്തു വരുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ ഇത് മാറുകയാണ്. എന്താണ് ഇപ്പോൾ ബിജുക്കുട്ടൻ്റെ ആരോഗ്യാവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് കൈക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്, അതും ഇടത് കൈക്ക്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വണ്ടി ആ ലോറിയുടെ പുറകിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒന്നുകിൽ ലോറിക്കാരൻ്റെ അശ്രദ്ധ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ അശ്രദ്ധ എന്നതായിരുന്നു പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ സാധിച്ചത്. പിന്നാലെയാണ് നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്കാണോ ഈ വാഹനം ഇടിച്ചതെന്നുള്ള സംശയം കൂടി വന്നത്. നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക് സംഭവിച്ചുവെന്ന് ഇന്നലെ പുലർച്ചെ മുതൽ വരുന്ന വാർത്തയായിരുന്നു. ഇന്നലെ പുലർച്ചയ്ക്കായിരുന്നു ഈ സംഭവം നടന്നത്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് ബിജുക്കുട്ടൻ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പുലർച്ചെ 6 മണിയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. റോഡിൻ്റെ ഇടതുവശത്തോട് ചേർന്ന് ഒരു ട്രെയിലർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ വാഹനത്തിൻ്റെ പിറകിൽ പോയി ഈ വണ്ടി ഇടിക്കുകയായിരുന്നുവെന്ന് പിന്നാലെയാണ് അറിയാൻ സാധിച്ചത്. കാറിൻ്റെ മുൻവശം ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബിജുക്കുട്ടനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് വാഹനം ഓടിച്ചത്. അയാൾക്കും ഈ അപകടത്തിൽ തന്നെ പരിക്കുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപകടത്തിൽ നടൻ്റെ കൈവിരലിനാണ് പരിക്കേറ്റത്. അപകടമുണ്ടായിരുന്ന ആൾക്ക് തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ആൾക്ക് തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് തന്നെ ഉടനെ ഇവരെല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കൈ നല്ല വേദനയുണ്ട് എന്ന് ബിജുക്കുട്ടൻ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹത്തിനെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇരുവർക്കും തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു. അങ്ങനെ നൽകിയതിനു ശേഷം ഒപ്പമുണ്ടായിരുന്ന ആളെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് തിരിച്ചു കൊണ്ടുപോയത്. ബിജുക്കുട്ടന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബിജുക്കുട്ടൻ്റെ നില ഗുരുതരമേ അല്ലായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തലിൽ തന്നെ പറയുന്നത്. അല്ലാതെ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് മേലെ തന്നെ ഇടിച്ചു കയറുമ്പോൾ ഇത്തരത്തിലാണ് അപകടം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം. നിലവിലെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബിജുക്കുട്ടൻ്റെ അടുത്തേക്ക് നിരവധി താരങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളതായി തന്നെ അറിയുന്നുണ്ട്. ഇന്നലെയായിരുന്നു അമ്മയിലെ തിരഞ്ഞെടുപ്പൊക്കെ നടന്നത്. ആ തിരഞ്ഞെടുപ്പ് നടന്നതിനെ തുടർന്ന് തന്നെ പല താരങ്ങളും അതിൻ്റെ തിരക്കിലായിരുന്നു. ആരും ഈ വാർത്ത അധികം കണ്ടിരുന്നുമില്ല. എന്നാൽ ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കൂടി ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെയധികം തന്നെ നല്ല രീതിയിൽ പോവുകയാണെന്നും കുറച്ച് നാൾ റെസ്റ്റ് എടുത്താൽ മാത്രം മതിയെന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ അങ്ങനെ പോയി എന്നുമാണ് പറയുന്നത്. രാവിലെ ആ വാർത്ത കണ്ടപ്പോൾ ആദ്യമൊന്ന് ഭയന്നുവെന്ന് എല്ലാ പ്രേക്ഷകരും ഒരുപോലെ പറയുന്നുണ്ട്. എന്നാൽ ഭയക്കാൻ വേണ്ടി മാത്രം ഒന്നും ഇല്ലായിരുന്നുവെന്നും നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിലേക്ക് ചെന്ന് ഇടിക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്നും പറയുന്നു. കാറിൻ്റെ ആ മുൻവശം മുഴുവൻ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചിത്രം പുറത്തു വന്നത്. കാർ അങ്ങനെ മുഴുവൻ തകർന്നിരിക്കുകയാണെങ്കിലും അകത്തുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.